എന്താ ഉണ്ടാക്കാൻ പോണേ? ഉണക്ക മീൻകറി. ഈ മീൻ്റെ പേരെന്താ? വള്ള. തുപ്പൻ. അയ്യോ ഭയങ്കര പുളി. നീ ഒരു കാര്യം ചെയ്, ഒരു ചട്ടി എടുത്ത് അതില് വെള്ളത്തില് ഈ മീനിട്ട് വെച്ചിട്ടോ. ഇതെന്നാ ഇത്? ഇത് ട്വിൻസ്, വാഴക്ക ട്വിൻസ്. വാഴക്ക ട്വിൻസ്. പുളി ഉണ്ടാന്നൊക്കെ ഇല്ലേ? പുളിയില്ലേ? എന്റെ നാവിൽ പുളിയില്ലാത്തതാണോ? ഇത് നല്ല വാങ്ങും. പുളിയില്ല. അയ്യോ പുളിയില്ലല്ലോ മാളു, പച്ചക്ക് തിന്നേണ്ടി വരുമല്ലോ. മിക്കവാറും ചോദിച്ചത് പുളിയില്ല. എന്താ ഉണ്ടാക്കാൻ പോണേ? ഉണക്ക മീൻകറി. ഇതൊക്കെ ഉള്ളേ? ഇതൊക്കെ ഉണക്ക മീൻകറിയിലിടാൻ. വാഴക്കയോ? വാഴക്കക്കയോ? വാഴക്ക. ശരിയാണ്. എന്താ പറഞ്ഞേ? വാഴക്കയോ? വാഴക്കക്കയോ? വാഴക്കക്കയോ? ഏതൊരു പോലീസ് സ്റ്റേഷൻ അബദ്ധം പറ്റാ. അങ്ങനെയാണോ പറയാ? അതെ അതെ. ഹലോ, വെറുതെ ഇരിക്കാണ്ടിരിക്കും, പച്ചക്കായൊക്കെ മുരിച്ചേ. ട്വിൻസ്. കത്തി എടുത്തില്ല എന്നുള്ള കംപ്ലൈന്റ് കേൾക്കാതിരിക്കാൻ കത്തി എടുത്തോണ്ട് വന്ന് എന്നിട്ട് വെറുതെ ഇരിക്കുന്നത്. സമ്മതിക്കണം ആളു നിന്നെ. നല്ല കാറ്റല്ലേ? തൊണ്ട വേദനെടുക്കുന്നു. നല്ല ചൂട് വെള്ളം കുടിച്ച് പനം കൽക്കണ്ടും ചെറിയ ഉള്ളിയും തുളസിയും കൂടിയിട്ട് ചതച്ച് അത് കഴിക്കാം. അത് അഥവാ അത് ചവച്ച് കഴിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് തുണിയിൽ പിരിഞ്ഞ് അതിന്റെ നീരെടുത്ത്. തുണിയിൽ പിഴിയാനോ? തുണിയിൽ പിഴിഞ്ഞിട്ട് നീരെടുത്ത് കുഞ്ഞുവാവകൾക്ക് കൊടുക്കൂല നമ്മള്. കുറുക്കല്ല, സിറപ്പ് കൊടുക്കൂല നമ്മള്. സിറപ്പ് തരണ പോലെ തരണം കേട്ടാ. പാൽക്കുപ്പിയും കൂടെ തന്നെ. പിന്നെ അതിന്റെ കൂടി കുറവുണ്ട്. അയ്യോ മങ്ങിയുടെ ഒരു പീസ് തരുമോ? താങ്ക് യു സോ മച്ച്. പണിയെടുക്കണ്ടല്ലോ അല്ലേ, അതും കഴിച്ചോണ്ടിരുന്ന കഴിഞ്ഞാ. എന്താ ബാ ഇത് പിടിച്ചോ. ഞാൻ മിക്കവാറും പറന്നു.
കത്രിക. കത്രികനാണ്. സമ്മതിക്കണം. ഏത് വേണം? നീല വേണോ കറുപ്പ് വേണോ? നീല. ഇതാ. ഈ മീൻ്റെ പേരെന്താ? വള്ളത്തുപ്പൻ. ഇത് വള്ള തുപ്പൻ. വള്ളത്തുപ്പോ ഇത്? വള്ളത്തുപ്പൻ. തുപ്പൻ. ആ, ഞാൻ തുപ്പലെന്നാ കേട്ടു. ഞാനും അവര് പറഞ്ഞു കഴിഞ്ഞപ്പോ തുപ്പലെന്നാ കേട്ടത് ആദ്യം. പിന്നെ ഈ മീനെ അധികം അങ്ങനെ ഉണക്കമീനായിട്ട് കിട്ടാറില്ല. അപൂർവങ്ങളിൽ കിട്ടണ മീനാന്ന് പറഞ്ഞു. പിന്നെ അതുമല്ല, ആ ചേച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞു ഇത് കറി വെക്കുകയാണെങ്കിൽ ഉപ്പ് കുറവേ ഇടാവൂന്ന് പറഞ്ഞു. എന്താ ഉപ്പ് കൂടുതലാ? ഉപ്പ് അതായത് ഇത് പച്ചയ്ക്ക് കറി വെക്കുകയാണെങ്കിൽ കൂടി ഈ മീന് ഉപ്പ് കുറവേ ഇടുള്ളൂ. കാരണം ഇതിന് ഈ മീന് തന്നെ ഒരു ഉപ്പുണ്ടെന്ന് ഈ മാംസത്തിന്. പിന്നെ ഇത് ഉണക്കമീനും കൂടി ആകുമ്പോൾ ഉപ്പ് കൂടുമല്ലോ. അപ്പം എന്നോട് ഉപ്പ് സൂക്ഷിച്ചിടണേ മോളെ എന്ന് പറഞ്ഞിട്ടാ വിട്ടത് തന്നെ. നീ കേട്ടില്ലായിരുന്നോ? അപ്പോഴേക്കും കളിക്കാൻ പോയല്ലേ. മാളു, നീ പോയിട്ടേ ആ തേങ്ങ അങ്ങ് ചരക്കി വെക്കി. ഓക്കേ. ഞാൻ വെള്ളം കുടിക്കും കേട്ടാ. കുടിച്ചോ? ആ വെള്ളത്തിന്റെ പക്കത്ത് വെച്ചു. ചേച്ചിയില് പറഞ്ഞു ഉപ്പിട്ടൂടാന്ന്. എന്റെ പൊന്നു മാളു, ഉപ്പിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച്
സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഈ പച്ചക്കായൽ ഉപ്പ് പിടിക്കൂലല്ലോ. മാളു ആ അരപ്പെടുത്താ തൊഴിച്ച് കളയല്ലേ. പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടേ മൊത്തം അരപ്പെടുക്കും. കുറച്ച് വെള്ളം ചേർത്തോ. മതിയാ? മാങ്ങ വേണോ? ഞാൻ കറിയിലോട്ട് ഇടാൻ പോവാ. വേണം, മാറ്റി വെച്ചേക്ക്. മീനും എടുത്തിട്ടോ. മീനെടുത്തിട്ടോ. അയ്യോ, നിനക്ക് ഞാൻ മാങ്ങ മാറ്റി വെക്കാൻ മറന്നുപോയി. എന്നാ ഈ ഒരു കഷ്ടമല്ലോ. മതി അത്രേ? ഇട്ടിട്ട് മതി അത്രയും ചോദിച്ചു. ആകെ 2 കഷ്ണമല്ലോ. ഇളക്കണോ? നീ മാങ്ങ കഴിച്ചു, നീ ഇളക്കണ്ട എന്റെ പൊന്നോ. മിക്കവാറും അതിന്റെ ഉള്ളിലോട്ട് വീഴും. പോക്ക ഇങ്ങോട്ടാണ് പോകാതിരിക്കുന്നത് എന്റെ കണ്ണ്. മാളു, നീ ആ ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഉണക്ക വിരിച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മടക്കി വെക്കും. ഞാൻ അപ്പോഴേക്കും പൈനാപ്പിൾ എടുത്തോണ്ട് വരാം. അയ്യോ, നീ ഇരിക്കാൻ വരട്ടെ. കട്ടിങ് മാഡ് എടുത്തോണ്ടാ, ഞാൻ മറന്നുപോയി. ഒരാളുടെ മുഖവും തലമുടിയും മതിയിരുന്നത്. എടുത്തോ. അടുപ്പത്തെ കറി ഇതൊക്കെ എടുത്തോണ്ട് വരുമോ?
അയ്യോ ഇത് വെയിറ്റ് സോന. നിനക്ക് മാങ്ങ കിട്ടിയല്ലേ? എനിക്ക് മാങ്ങ കിട്ടിയില്ല. എനിക്ക് മാങ്ങ കിട്ടി. മാങ്ങ എവിടെ പോയി മാളൂ? ഇവിടെ നോക്ക്. കിട്ടിയ മാങ്ങയില്ല, പച്ചക്കായ അശ്വ. മൊത്തം. നല്ല ടേസ്റ്റ് അല്ലേ? മാങ്ങയുടെ പുളി. അയ്യോ ഭയങ്കര പുളി. പച്ചക്ക് കഴിച്ചതിനേക്കാളും മാങ്ങി പുളി ഇപ്പഴാ. മീനിന്റെ കൂടെ ചോറ് തന്നെയല്ലേ കൊള്ളാന്നുള്ള? ചോറ് നന്നായിട്ടുണ്ടാവും. ചക്കപ്പുഴുക്കില്ലേ? ചക്കപ്പുഴുക്ക് നല്ലതായിരിക്കും. കിഴങ്ങ് നല്ലതായിരിക്കും അല്ലേ? കപ്പ കപ്പ നല്ലാവും. നിനക്കല്ലേ മാളു സാധാ മീൻ കറി വെച്ചതാണോ ഇഷ്ടം, ഉണക്ക മീൻ കറി വെച്ചതാണോ ഇഷ്ടം? രണ്ടിന് രണ്ട് ടേസ്റ്റ് അല്ലേ? എന്നോട് ചോദിക്കാതിരിക്കുന്ന മാളു ഭേദം. രണ്ടിനും രണ്ട് ടേസ്റ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് രണ്ട് ഇഷ്ടപ്പെട്ട്. രണ്ട് ചേച്ചിയുടെ കൈപ്പുണ്യം ഇല്ലേ? ഓ അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂപ്പ് കൊള്ളാം. അയ്യോ കള്ളം പറഞ്ഞിട്ട് ഇതേ തലയിൽ കയറുന്നു നിനക്ക്. അപ്പൊ അറിയാം കള്ളമാണെന്ന്. ഓ